നമ്മുടെ റൂം ഞാനപ്പോൾ എല്ലാ സംഭവങ്ങളും ക്ലിയർ ആയി കാണിച്ചു തരാം. നമ്മളിവിടുത്തെ കർട്ടൻ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഇവിടെ കുറേ ബിൽഡിങ്സും റോഡും പിന്നെ മരങ്ങളും എല്ലാം നല്ല ഭംഗിയായിരിക്കണം കാണാൻ. നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. പിന്നെ ഈ ഹാളിൽ തന്നെ നമുക്കൊരു ഗോൾഡൻ പ്ലസ് യെല്ലോ കളറിലൊരു ലാമ്പും വെച്ചിട്ടുണ്ട്. പിന്നെ നിലത്ത് നമുക്ക് നടക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ്, കാരണം നല്ല സോഫ്റ്റ് മാറ്റാണ് ഇവർ വിരിച്ചിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 2-3 ബെഡ് ഇവർ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇവരൊരു ലാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്നാണ് കയറി വരുന്നത്. പിന്നെ ഈ ലാമ്പിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഒരു കാര്യം കണ്ടു, ഞാൻ അത് പറയാൻ മറന്നുപോയതാണ്. ഒരു ഡ്രോയിങ് കാണാം. ഇതെന്താ വരച്ചേക്കണേന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ നല്ല വെറൈറ്റി കളർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തേക്കണേന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ലാമിനേറ്റ് ചെയ്ത് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഷെൽഫും പിന്നെ അലുമാരിയും ഉണ്ട്. പിന്നെ കുറച്ച് നടക്കുമ്പോൾ തന്നെ നമുക്ക് വാഷ്റൂമും പിന്നെ ഇതേപോലെ ഒരു ടേബിള്, ടീപ്പോയ് അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാം. ചെയേഴ്സും അതിൻ്റെ ഒപ്പം കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വാഷ്റൂം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ടേബിളിൽ ഇവർ ബോട്ടിൽ കുടിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. കോർണർ സ്റ്റാൻഡും ഉണ്ട് ഇവിടെ. അടുത്ത ടേബിളിലേക്ക് പോവുകയാണെങ്കിൽ അടുത്തൊരു ലാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടേബിളിൽ നമുക്ക് ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സെറ്റപ്പ് വരെ ഉണ്ട് കേട്ടോ. അടുത്ത് തന്നെ കോഫി പൗഡറും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ വേറെ ഒരു ഡ്രോയിങ്ങും വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബട്ടർഫ്ലൈ ആണ്. നെക്സ്റ്റ് ഞാൻ ഈ കാര്യം പറയാൻ മറന്നു, ഇവിടെ ഒരു ടീപ്പോയ് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു ടീപ്പോയാണ്. അതേപോലെ തന്നെ ഒരു വലിയ മിററും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹാളിൽ തന്നെ ഇവിടെ ടി വി സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ മലേഷ്യയിൽ താമസിച്ചിരുന്ന റൂം.